ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. 16-ാം അധ്യായം 9-ാം വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഓടാടിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ആ വാക്യം ദയവായി റിപ്പീറ്റ് ചെയ്യുക. യഹോവയുടെ കണ്ണ്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഓടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വാക്യം കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട ദൈവാത്മാവ് എന്നോട് ഇടപെട്ട 2 വാക്യങ്ങൾ. ഈ വാക്യം ഇങ്ങനെ ഞാൻ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ പിതാവ് പലപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ട്. ആ സന്ദർഭം ലോക്കൽ സഭകളിൽ നിന്ന് ഏറ്റവും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശക്തരായ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഏകനായ പിതാവിനോട് യുദ്ധം ചെയ്യുമ്പോൾ, ഉപവാസം ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഈ വേദഭാഗം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വേദനയിൽ കൊടുക്ക പോകുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ നാം പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു 4-വേ സ്റ്റോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ റിസോഴ്സുകൾ, നമ്മുടെ കഴിവുകൾ എല്ലാം ഒരു പോയിന്റിൽ അസ്ഥാനത്താകുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും എല്ലാം നെഗറ്റീവാകുമ്പോൾ, നോ ആകുമ്പോൾ മുട്ടുന്നൊരു വാതിലുണ്ട്. നന്മയിലും സമൃദ്ധിയിലുമൊക്കെ മറന്നുപോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ചില പാതകളിൽ കൂടെ ദൈവം നമ്മെ നടത്തും. എപ്പോഴും ജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു കരമുണ്ട്. നാം പ്രതീക്ഷിക്കാത്ത വേദനകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമ്പോഴും, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുമ്പോഴും, മറ്റുള്ളവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ബലിയാടാകുമ്പോഴും അവിടെയും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ പകൽ വേദന അനുഭവിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മർമ്മമുണ്ട്. സ്തോത്രം. ആ മർമ്മം വെളിപ്പെടുവാൻ ദൈവം നമ്മെ വേദനകൾ കൂടെ ഒക്കെ കടത്തിവിടാറുണ്ട്. സ്തോത്രം. അവിടെയും ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ ആ വേദനയെ സന്തോഷമാക്കുന്ന, കയ്പിനെ മധുരമാക്കുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. സ്തോത്രം. അതനുഭവിച്ച പ്രിയപ്പെട്ട കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കഴിഞ്ഞ നാളുകളുണ്ടായ വേദനയ്ക്കായി സ്തോത്രമെന്ന് നമുക്ക് പറയാം. കർത്താവേ, രോഗത്തിനായി സ്തോത്രം, ആ പ്രയാസത്തിനായി സ്തോത്രം. കർത്താവേ, വേദനയ്ക്കായി സ്തോത്രം. ആ മാറെ മധുരമാക്കിയ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നാം ഇവിടെ വായിച്ച വേദഭാഗം എനിക്ക് ആദ്യം 1 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞ്, ഇപ്പം 40 മിനിറ്റായി. പാട്ടൊക്കെ പാടണം, 12ലേക്ക് യോഗം നിർത്തണം. അതുകൊണ്ട് എവിടെ കൊണ്ട് തീർക്കാമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് പറഞ്ഞ് നിർത്താം. ആസായുടെ ഒരു പ്രാർത്ഥന. യഹൂദ രാജാക്കന്മാരിൽ 3-ാമനായിരുന്നു ആസ. ശലോമോൻ്റെ മകനായ യൊരോബയാമിൻ്റെ കാലത്ത് ഇസ്രായേൽ ഗോത്രം 2ആയി ഡിവൈഡ് ചെയ്തു. നോർത്തേൺ കിങ്ഡം 10 പേര് ഇസ്രയേലായും
സദേൺ കിങ്ഡം രണ്ടുപേര് സദേൺ കിങ്ഡം രഹബിയാമിൻ്റെ നേതൃത്വത്തിലും യൊരോബിയാമിൻ്റെ നേതൃത്വത്തിലും രണ്ടായി. ഈ സദേൺ കിങ്ഡത്തിൽ 2 ട്രൈബ്, 2 ഗോത്രമേ ഉള്ളൂ. യഹൂദയിലെ ഗോത്രം ബെന്യാമീനും. ആ യഹൂദിയുടെ 3ാമത്തെ രാജാവായിരുന്നു ആസ. ആസ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. തനിക്കെതിരെ യുദ്ധമുണ്ടായപ്പോൾ ജയിക്കുവാൻ ഒരു സാധ്യതയും മുന്നിൽ ഇല്ലാതിരുന്നപ്പോൾ ആസയ്ക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ കഴിവ് കൊണ്ട് ഈ രാജ്യത്തെ ജയിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് ആസ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, യുദ്ധം ഇപ്പം നടക്കുന്ന യുദ്ധമുണ്ട്. എവിടെ എന്തുവാ? ഹമാസും സ്ത്രീമക്കളും. ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യുദ്ധം ജയിക്കാൻ ഒന്നാമത് നാം അറിയേണ്ടത് ശക്തി, പവർ, ആറ്റമിക് പവർ, പട്ടാളക്കാരുടെ പവർ, എയർഫോഴ്സിൻ്റെ പവർ, നേവിയുടെ പവർ, ആർമിയുടെ പവർ. ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ യുദ്ധത്തിൽ ജയിക്കുവാനുള്ള ഫാക്ടേഴ്സാണ്. മറ്റ് റീസോഴ്സുകൾ അവർക്കുണ്ടായിരിക്കണം, ഞാൻ വിശദീകരിക്കുന്നില്ല. ടെക്നോളജി ഉണ്ടായിരിക്കണം. ആ രാജ്യത്തിന് അലയൻസ് ആരൊക്കെ, ഇപ്പോൾ ഹമാസ് ഇസ്രയേലിന് നല്ല പിന്തുണയാണ്. അമേരിക്കയും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ശക്തമായ പിന്തുണയാണ്. അവരുടെ കയ്യിലുള്ള ആയുധം തീർന്നാലും ബാക്കപ്പിന് ശക്തരായ രാജ്യം, അലയൻസ് അവർക്കുണ്ട്. കൂടാതെ ഡ്യൂറബിലിറ്റി നാം നോക്കണം. ഈ യുദ്ധം നീണ്ടുപോയാലും ശത്രുവിനെ എതിർക്കാനുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. കൂടാതെ അറ്റാക്ക് എന്ന സമയത്തിനും പ്രാധാന്യമുണ്ട്. ഇസ്രായേലിൽ ഇവർ കയറി എന്തോ ചെയ്ത അറിയാതെ കയറി അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഇസ്രായേൽ അത്രയും കാഷ്വാലിറ്റിയുള്ള ആളുകൾ മരണപ്പെടുവാനും അവരെ ഈ ഹോസ്റ്റേജസ് ആയി കൊണ്ടുപോകാനൊക്കെ ഇടയായി. പോകട്ടെ, ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ ആസ, യഹൂദ രാജാവായ ആസ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 14 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഒന്നാമത് നടക്കുന്ന യുദ്ധം. ആസ ദൈവത്തോട് പറയുന്നു, യുദ്ധത്തിൽ വരുമ്പോൾ എത്യോപ്യനായ സേരഹ് എന്ന് പറയുന്ന ആ രാജ, 14 എൻ്റെ 9 കൂഷ്യൻ ഇത്യോപ്യനായ സേരഹ് എന്ന രാജാവ് 10 ലക്ഷം ആളുകളും 300 രഥങ്ങളുമായി ഈ യഹൂദയുടെ രാജാവായ ആസയോട് യുദ്ധം ചെയ്യുവാൻ വരുന്നു. ആസയുടെ എത്ര ഉണ്ട്? 5,80,000. 3 ലക്ഷവും 2,80,000. പകുതി ആളുകൾ മാത്രമേ ആസായുടെ കൂടെയുള്ളൂ. എണ്ണം നോക്കുമ്പോൾ ആരുടെ കൂടെ കൂടുതൽ? കൂഷ്യന്, ഇത്യോപ്യൻ്റെ കൂടാണ് കൂടുതൽ. രഥങ്ങൾ എത്യോപ്യക്കാരൻ്റെ കൂടെ ഉണ്ട്. ആസയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോഴത്തെ പോലെ ബോംബിട്ടാൽ മതി. പണ്ട് അമ്പും വില്ലും കുന്തവും വെട്ടുകത്തിയും വാക്കത്തിയും കൊണ്ടൊക്കെ പോകുന്ന കാലമാണ്. അതിന് ആൾ കൂടുതൽ വേണം. ആസയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ഇരട്ടി ആളുകളുണ്ട്, ഞങ്ങളുടെ കയ്യിലുള്ള കൊണ്ട് ജയിക്കുവാൻ കഴിയുകയില്ല. ആസാ ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഞങ്ങളുടെ ദൈവമായ യഹോവേ, ബലവാനും ബലഹീനൻ നമ്മൾ കാര്യമുണ്ടായാൽ നീ അല്ലാതെ സഹായിപ്പാൻ ആരുമില്ല. ഈ പകലിലും നമ്മുടെ റിസോഴ്സുകൾ ഷോർട്ടായിരിക്കുമ്പോൾ, നമ്മുടെ അവന്യൂസൊക്കെ ലിമിറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മെ സഹായിപ്പാൻ കഴിയുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? എൻ്റെ കഴിവിനപ്പുറമായി, എൻ്റെ കയ്യിലുള്ളതിനേക്കാൾ അപ്പുറമായി എന്നെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് കൂടിയുണ്ട്. ആസ കമ്പയർ ചെയ്യുന്നു. ആസ നോക്കുമ്പോൾ ഐ ആം വീക്ക് ഓഫ് ഗാഡ്, ഐ ഹാവ് നോ പവർ ടു ഗോ അഗൈൻസ്റ്റ് ദി പവർഫുൾ ആർമി. ശക്തമായി ആർമിക്കെതിരെ പോകുവാൻ ദൈവമേ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ ഞാൻ ബലഹീനനാ കർത്താവേ.
ഇന്ന് രാവിലെ നമ്മുടെ അഹങ്കാരങ്ങൾ, നിഗളങ്ങൾ, ഉന്നത ഭാവങ്ങളൊക്കെ മാറി ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുമെങ്കിൽ, പവറില്ലെങ്കിലും, കഴിവില്ലെങ്കിലും, മണിയില്ലെങ്കിലും, കൂടെ ആരുമില്ലെങ്കിലും, സർവശക്തൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു, ദൈവമേ കഴിവ് ഇല്ല. 6 കാര്യം പറയുന്നുണ്ട്. 1-2 പറഞ്ഞാൽ നിർത്താം. 1, ദൈവമേ ഞാൻ ബലഹീനൻ, എനിക്ക് കഴിവില്ല, വീക്ക്, പവർലെസ്. ദൈവമേ പവർ കുറഞ്ഞവനാണ് ഞാൻ. 2 പ്രാർത്ഥിക്കുന്നു, ഹെൽപ്പ് അസ് ഓ ലോർഡ്. ഞങ്ങളുടെ ദൈവമേ ഞങ്ങളെ സഹായിക്കാതെ പോകരുതേ. ഈ ആർമിയെ കാണുമ്പോൾ അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾ ജയിക്കില്ല കർത്താവേ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. വീണ്ടും പറഞ്ഞ് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. വി റിലേ ഇൻ യു ലോർഡ്. ദൈവമേ അങ്ങയിൽ ഞങ്ങൾ റിലേ ചെയ്യുന്നു, അങ്ങയിൽ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു. വീണ്ടും പറയുന്നു, ഞങ്ങൾ ഈ കൂശാ സൈന്യത്തിന് നേരെ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ പവർ കൊണ്ടല്ല, ബട്ട് വി ആർ മാർച്ചിങ് അഗൻസ്റ്റ് ദ നെയിം ഓഫ് ദ ലോർഡ്. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ അവർക്കെതിരെ. എന്താണ് യഹോവയുടെ നാമം? ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിക്കയറുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നാമം. എത്ര ശത്രു വന്നാലും ഓടിക്കയറുവാൻ തുറന്നിട്ടിരിക്കുന്ന യഹോവയുടെ ഗോപുരം, നാമമായ ഗോപുരം. ഈ പകലിൽ ഓർക്കുക, നമുക്ക് ഓടി രക്ഷപ്പെടുവാനുണ്ട്. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരായി ഇവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങളെക്കാൾ വലിയ പിള്ളേരെ ഞങ്ങൾ ഇടിക്കാൻ പറ്റുമ്പോൾ എന്ത് ഓടിപ്പോയി അപ്പച്ചൻ്റെ അടുത്ത് പോയി നിൽക്കും. കാരണം അപ്പച്ചൻ്റെ അടുത്ത് എന്താ പിന്നന്മാരെ നമ്മളെ ഓടിച്ചുകൊണ്ട് വരത്തില്ല. ഞങ്ങളുടെ ആശ്രയം അപ്പച്ചനായിരുന്നു. നമുക്ക് ഉയർത്തി വലിയൊരു അപ്പച്ചനുണ്ട്, ബലമുള്ള ഗോപുരം, ദ സ്ട്രോങ് ടവർ. ഏറ്റവും ഉറപ്പുള്ള ഒരു പട്ടണം, ഒരു ടവർ നമുക്കുണ്ട്. ആ ശത്രു നമ്മെ പിടിക്കുവാൻ പിന്നാലെ വരുമ്പോൾ, നമ്മെ പിടിക്കുമെന്ന് തോന്നിയ പോയിന്റിലും ഓടിപ്പോയി കയറുവാൻ തുറക്കപ്പെട്ടൊരു വാതിൽ, തുറക്കപ്പെട്ട ചങ്കിളിൻ്റെ ചോര കൊണ്ട് കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട ആ മാർബ് നമുക്കായിട്ടുണ്ട്. ശത്രു നമ്മെ കാണാൻ വരുമ്പോൾ നമ്മെ പിടിക്കാതിരിക്കണമെന്ന് ഓടുക, ആ ക്രൂശിങ്കിലേക്ക് ഓടുക. ഇന്ന് ഈ പകലിൽ ഈ ആരാധന കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ ആ കർത്താവുമായൊരു ബന്ധം നമുക്കുണ്ടാകട്ടെ, ആ യേശുവുമായൊരു ബന്ധം നമുക്കുണ്ടാകട്ടെ. ആ യേശുവിനെ ചേർന്ന് പിടിക്കുന്ന, കെട്ടിപ്പിടിക്കുന്നൊരു ബന്ധം നമുക്കുണ്ടാകട്ടെ. ആ സമയം പ്രാർത്ഥിക്കുന്നു, ദൈവമേ യു ആർ അവർ ഗാഡ്. ഞങ്ങളുടെ ദൈവം അങ്ങ് മാത്രമാണ്. അത് പറയാനും കാരണം ഓടിയുണ്ട്, വിശദീകരിക്കാൻ ടൈമില്ല. ആസയുടെ പിതാവ് പൂജാഗിരികളെയും അന്യദേവന്മാരെയും ഒക്കെ ആരാധിച്ച് ദൈവത്തിന് കോപം വരുത്തുന്ന, പാപം ചെയ്ത് ജീവിക്കുന്ന ആ തലമുറ. എന്നാൽ ആസ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തവനായി. Asa did what was pleasing to the Lord. He did everything good and appreciable to God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു ആസ. തൻ്റെ പിതാവ് ചെയ്തതിന് വ്യത്യസ്തമായി അന്യദേവന്മാരെ മാറ്റിക്കളഞ്ഞ്, പൂജാഗിരികളെ മാറ്റിക്കളഞ്ഞ് അവിടെ ശുദ്ധീകരണം നടത്തിയ ഒരു രാജാവായിരുന്നു ആസ. ആസ ദൈവത്തോട് പറയുന്ന കാര്യം, ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. എൻ്റെ അപ്പൻ്റെ കാലത്ത് അന്യദേവന്മാർ ഇവിടെ വാണപ്പോൾ അന്നെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് വന്ന തലമുറ വിശുദ്ധിക്ക് വേണ്ടി നിന്നുകൊണ്ട് ദൈവത്തോട് പറയും, ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. മനുഷ്യൻ പ്രബലനാകരുത്. Don't let any man prevail. ഒരു മനുഷ്യൻ മഹത്വം എടുക്കരുതേ. അങ്ങാണ് ഞങ്ങളുടെ ദൈവം.
ആസ നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി പാഠമുണ്ട്. എനിക്കിതെല്ലാം ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ് വിശദീകരിക്കണമുണ്ടായിരുന്നു, സമയമില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആസായുടെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് അടുത്തിരിക്കുക. 2023 ദിവസങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഓർക്കുക, പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി തന്നാൽ സാഹചര്യങ്ങൾ എന്തായാലും, പ്രശ്നങ്ങൾ എന്തായാലും, എതിർപ്പുകൾ എന്തായാലും നമുക്ക് അടുക്കുവാൻ കൊള്ളാവുന്നൊരിടമുണ്ട്. ആ ദൈവത്തോട് മാത്രം ചേർന്ന് നിൽക്കുക. സാഹചര്യമെതിരായി വരുമ്പോൾ, സാഹചര്യം നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോഴും നമ്മുടെ സാഹചര്യത്തെ അനുകൂലമാക്കുന്ന ദൈവത്തോട് ചേർന്ന് ഇരിക്കുക. ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം വേഗത്തിൽ നിർത്തട്ടെ. ആസാപരിക്ക് പറഞ്ഞു, ആ 73 സങ്കീർത്തനം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, ഏറെ നല്ലത്. നമുക്ക് ഏറ്റവും ജീവിതത്തിൽ the best thing to follow is trust in the Lord. ദൈവത്തോട് അടുത്തിരിക്കുക. ആസാബ് ഒത്തിരി കാര്യം നോക്കി കൺക്ലൂഷൻ പറയുന്നു, ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും എനിക്ക് നല്ലത്, ഫോർ മീ, എനിക്ക് നല്ലത്, എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ജനമേ എല്ലാ കാലത്തും യഹോവയിലാശ്രയ. 62 സങ്കീർത്തനം 8 വാക്യമാണ്. ജനമേ എല്ലാ കാലത്തും, നല്ല സമയത്തും മോശമായ സമയത്തും, ആരോഗ്യമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും, പണം ആവശ്യത്തിലധികമുള്ളപ്പോഴും ആവശ്യത്തിലില്ലാതിരിക്കുമ്പോഴും ആശ്രയിപ്പാൻ കൊള്ളാവുന്നിടം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറയുന്നത്, ആശ്രയിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ യാഹല്ലാതെ ആരുമില്ല, പ്രശംസിപ്പാൻ വകയുമുണ്ടെങ്കിൽ താതൻ്റെ സന്നിധിയിലാണ്. ഈ പത്തനാപുരം സെൻറ്ററിലുള്ള ദൈവമക്കളെ, 2021 വർഷം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, പുതിയ വർഷത്തിൽ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, നാളെ എന്ത് സംഭവിക്കുന്നു എനിക്ക് നിങ്ങൾക്കും അറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ടുമോറോ, നാളെ എന്ത് സംഭവിക്കുക എനിക്കറിയത്തില്ല. ബട്ട് ഐ നോ വൺ തിങ്, ഹൂ ഹോൾഡ്സ് മൈ ഹാൻഡ്, എൻ്റെ കയ്യിലാരാ പിടിച്ചിരിക്കാൻ എനിക്കറിയാം. നാളത്തെ കാര്യം എനിക്കറിയയില്ല, ബട്ട് ഐ നോ എൻ്റെ കരം പിടിച്ചിരിക്കുന്ന ആരാണ്. എത്ര പേർക്ക് ഇപ്പോൾ സന്തോഷമുണ്ട്. രോഗം വരട്ടെ, വേദന വരട്ടെ, ഭാരം വരട്ടെ, തിരസ്കരണം വരട്ടെ, നമ്മെ എഴുതി കളയട്ടെ, അംഗീകരിക്കാതിരിക്കട്ടെ, എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാ കാലത്തും ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരു ദൈവം. നമുക്കറിയാം, ഫെലിസ്ത്യരുമായി ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളും ഫെലിസ്ത്യരുമായി യുദ്ധം നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, ഇസ്രായേൽ മക്കളും ഫെലിസ്ത്യരുമായി യുദ്ധം ചെയ്യുമ്പോൾ 2 ഭാഗത്ത് കുന്നിൻ്റെ ചരിവിലൊരു ക്യാമ്പ് ചെയ്തിരിക്കുക. ഫിലിസ്ത്യർ ഇസ്രായേൽ മക്കളുമായി യുദ്ധത്തിന് വന്നിരിക്കുക. നമുക്കറിയാം, സൺഡേ സ്കൂൾ വിട്ട് പഠിച്ച കാര്യം, ഗോലിയാത്ത് വരുന്നു. ഗോലിയാത്ത് എന്ന് പറയുന്ന എല്ലാവരും യുദ്ധത്തിന് വേണ്ട, നിങ്ങൾ ഒരാൾ വാ, എല്ലാവരും കിടന്ന് അടിയൊന്നും വേണ്ട, ഒത്തിരി പേര് ഇതാണ്ട്, ഒരാൾ വാ, ആര് ജയിക്കുമോ അവർക്ക് തോൽക്കുന്ന ആളുകൾ അടിമകളാകണം. ഗോലിയാത്തിൻ്റെ സൈസൊക്കെ നോക്കിയാൽ നമുക്ക് പേടി വരും. 9 അടി ചില്ലറയുണ്ടായിരുന്നു. തലയിൽ താമ്ര ശിരസ്ത്രം, തൂക്കമുള്ള താമ്ര കവചം, താമ്ര കാൽച്ചട്ട, ചുമലിൽ താമ്ര വേല്, കുന്തം, പരിചയക്കാരൻ മുമ്പിൽ വലിയൊരു പുള്ളി. ഈ ഗദ്യനായ ഗോലിയാത്ത് മലയുടെ ചെരുവിൽ നിന്ന് വിളിക്കുന്നു, ഇസ്രായേൽ മക്കളെ വരിക. അവൻ്റെ ശരീരത്ത് ധരിച്ചിരുന്ന ആയുധത്തിൻ്റെ പവറും
അവനെ ആർക്കും തൊടുവാൻ കഴിയാതെ വണ്ണം പ്രിപ്പയർഡായ യോദ്ധാവായ ഗോലിയാത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നു, ആർക്കെന്നെ നേരിടാം? Who is bold enough to challenge me? എന്നെ ആർക്ക് നേരിടാം? നാം ഇങ്ങനെ വായിക്കുന്നു, രാജാവായ വിരുപ്പാസെ ശൗലും രാജാവും പേടിച്ചു പോയി. രാജാവും പേടിച്ചു പോയി, എല്ലാവരും പേടിച്ചു. ആര് പോകും? ആര് പോകും? ആര് പോകും ഈ ഗോലിയാത്തിനെ നേരിടുവാൻ? ശക്തനായ ശത്രു, നോട്ടത്തിൽ തന്നെ ഭയാനകമായ ഫിഗറാണ്. ആ ബോഡിയിലെ പ്രൊട്ടക്ഷൻ നോക്കിയ ആ കാലത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല സംരക്ഷണമായി ഒരമ്പോ ഒരു വില്ലോ ടച്ച് ചെയ്യാതെ വണ്ണം കംപ്ലീറ്റ് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത ശക്തനായ ബലവാനായ ഗോലിയാത്ത് നിൽക്കുന്നു. സ്ത്രീമക്കൾ ഭീതി കൊണ്ട് ഭയം കൊണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ ഇതാ വരുന്നൊരുത്തൻ. അപ്പൻ ഇശായി 3 മക്കളെ ഏലിയാവ്, ശമ്മ, അബീനാദ്, ഈ 3 പേർക്ക് ഫുഡ് കൊടുക്കാൻ വിട്ട. ഇതൊക്കെ കണ്ടപ്പോൾ ദാവീദ് ചോദിക്കും, ഇവിടെ എന്തുവാ നടക്കുന്നത്? ആകെ ഒരു ദോഷം പുള്ളി അതേ ചെയ്തുള്ളൂ. ഈ ബഹളവും ഒക്കെ കണ്ടപ്പോൾ ദാവീദ് ചോദിച്ചു, എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ഇന്ന് രാവിലെ ഞാൻ ആ ഭാവം വെച്ച് ഒത്തിരി സന്തോഷം തോന്നി. ചേട്ടന്മാരെന്തോ പറഞ്ഞേ? ഒത്തിരി ചേട്ടന്മാർ നമുക്കും ഉണ്ട്. ഈ ചേട്ടന്മാരെന്തോ പറഞ്ഞേ? എടാ, ഫുഡ് കൊണ്ട് നിൻ്റെ പണി നോക്കിയപ്പോൾ കാണും. നിൻ്റെ പണി എന്തുവാ? ഫുഡ് വന്നാൽ മതി, നീ പൊക്കൂ. ഈ പാവം കറങ്ങി 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 നിന്ന് പിന്നെയും ഓരോടൊക്കെ പറഞ്ഞു. പാവം ദാവീദ് പറഞ്ഞു, ഒന്നും ചെയ്തില്ല, ഇവിടെ എന്തുവാ നടക്കുന്നത് ചോദിച്ചല്ലേ ഉള്ളൂ, അതിനു വേണ്ടി എൻ്റെ എന്തിനാ വഴക്ക് പറയുന്നേ? കറങ്ങി കറങ്ങി ദാവീദിൻ്റെ ഉള്ളിൽ ഈ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഗോലിയാത്തിനെ അല്ല ടിറ്റി സാറേ ദാവീദ് കണ്ടത്, അതിന് മുകളിലായി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഇസ്രായേൽ നോക്കിയപ്പോൾ ഗോലിയാത്തിനെ കണ്ടെങ്കിൽ അതിനപ്പുറമായി അവന്റെ വിഷൻ, ദാവീദിന്റെ വിഷൻ കാണുന്ന ശത്രുവിന്റെ വലിപ്പത്തിലല്ലായിരുന്നു, പിന്നെയോ അതിനപ്പുറമാ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഈ രാവിലെ ഓർക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ ശത്രു എത്ര ശക്തമായി, രോഗം എത്ര പവർഫുള്ളായി വരുമ്പോഴും അതിനപ്പുറമായി ഹീല് ചെയ്യുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർ മാത്രം കരങ്ങളെ ഉയർത്തി അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം. എൻ്റെ കൂടെയുള്ള ആരാന്നറിയാമോ? ലോകത്തിലുള്ളവനൊക്കെ വലിയവനാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ കൂടെ ശക്തനാക്കുന്നവനാണ്. പാടിയതുപോലെ ശക്തനാക്കുന്ന ബലം പകരുന്നവൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ദാവീദ് ഇങ്ങനെ കറങ്ങി വന്നു. ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ആ വികാരം, ദാവീദ് പറയുന്നു, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ. ഇസ്രായേൽ മക്കളെയാ വിളിച്ചെങ്കിലും ദാവീദിന് മനസ്സിലായി, ഇവൻ ഇസ്രായേൽ മക്കളെ വിളിക്കുമ്പോൾ ആ ദൈവത്തെയാണ് ഇവൻ ചലനം ചെയ്യുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുവാൻ ഇവൻ ആര്? ആ ഭാഗങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ശൗലിതറിഞ്ഞു. ശൗലിതറിഞ്ഞ് കൊട്ടാരത്തിൽ ചെന്നു. ഈ ഗോലിയാത്തിനെ നേരിടണേ എന്തോ വേണം? അവൻ്റെ അമ്പും മുല്ലൊക്കെ ഇദ്ദേഹത്തിനും പടച്ചട്ടൊക്കെ വേണം. ശൗലിനെ വിളിച്ചു. ദാവീദിനെ ധൈര്യം കണ്ടി കൊച്ചു പയ്യനെ വിളിച്ചു. ശൗലിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. ശൗലെന്തോ ചെയ്തു? ഇതൊക്കെ പിടിച്ച് അങ്ങോട്ടൊക്കെ ഇട്ടുകൊടുത്തു. ദാവീദിന് ഇതെല്ലാം അടിയിച്ചു. ദാവീദ് എൻ്റെ വ്യാഖ്യാനം കാല് പൊക്കിയപ്പം വെയിറ്റ് കൊണ്ട് കാല് പൊങ്ങുന്നില്ല. ഈ കാൽച്ചട്ടൊക്കെ ഇട്ടപ്പോൾ താമരവും ഇരുമ്പൊക്കെ ആയിരിക്കും, കാല് പൊങ്ങുന്നില്ല. ദാവീദ് അവിടെ ഒരു കാര്യം പറഞ്ഞു, എന്തുവാ? രാജാവേ, എനിക്കിത് ശീലം ഇല്ല. എനിക്കൊരു ശീലമുണ്ട്, എൻ്റെ കയ്യിൽ കമണയുണ്ട്. എനിക്കൊരു ശീലമുണ്ട്. ഞാൻ കാട്ടിലായിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ആടിനെ പിടിക്കുവാൻ
സിംഹം ചാടി വന്നപ്പോൾ എന്നിൽ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്, എന്നിൽ വ്യാപരിച്ചൊരു അഭിഷേകമുണ്ട്. സിംഹത്തെ വലിച്ചു കീറുവാൻ എന്നിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ഈ പകൽ ആര് ദൂതേറ്റെടുക്കും? ശത്രുവത്തെ വലുതാകട്ടെ, ശത്രുവിൻ്റെ പടച്ചെട്ടത്ര വലുതാകട്ടെ. അതിനപ്പുറമാ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ. സ്തോത്രം. ശീലമില്ലെന്ന് പറഞ്ഞിട്ട് ദാവീദ് പോയി. നമുക്കറിയാൻ നടന്ന കാര്യമൊക്കെ. ദാവീദ് തോട്ടിപ്പോയി. മിനുസമുള്ള 5 കല്ലുണ്ട്. കമണ കയ്യിലുണ്ടായിരുന്നു. ഈ പൊക്കണത്തിനകത്തോട്ട്, ഈ ബാഗിനകത്ത്, ഇടയ സഞ്ചിക്കകത്തോട്ട് അത് വിട്ടിട്ട് ദാവീദ് പോയി. ഗോലിയാത്ത് ചോദിക്കുന്ന ചോദ്യം നമുക്കെല്ലാം അറിയാം. എന്താ, ഞാൻ നായാണോ? ഈ പാവം പയ്യനെ കണ്ടപ്പോൾ ലോകം നോക്കുമ്പോൾ, ശത്രു നോക്കുമ്പോൾ, നിൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ഉള്ളിലുള്ളത് അവർക്ക് മെഷർ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഈ അത്യന്ത ശക്തി, this immeasurable power. ആർക്കും ലോകത്തിലെ ഒരു യൂണിറ്റ് പവർ യൂണിറ്റ് കൊണ്ടും മെഷർ ചെയ്യാൻ കഴിയാത്ത ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾ സ്വന്തമായി വാങ്ങിയതല്ല. പിന്നെയോ this exceeding power, ഈ അത്യന്ത ശക്തി ഉയരങ്ങൾ ഈ മൺപാത്രങ്ങളിൽ, ഈ മൺപാത്രങ്ങൾ പകർന്ന ശക്തി, ആത്മാവിൻ്റെ ശക്തി. ഗോലിയാത്ത് നോക്കിയപ്പോൾ കൊച്ചിയെറുക്കം വടിയ പൊക്കണം, ഈ കാറ്റാടിയെ കിളിയെ ചെയ്യുന്ന കാറ്റാടി കൊണ്ടൊക്കെ പോവാണ്. പക്ഷേ ഗോലിയാത്തെ ഓർക്കുക, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്നറിയാമോ? ശമൂവേൽ തൈലക്കമ്പ് പൊട്ടിച്ച് അഭിഷേകം ചെയ്തപ്പോൾ, ഓ റിബാലബ ശന്തര, ആ അഭിഷേകത്തിൻ്റെ ശക്തി, അന്ന് പൊട്ടിച്ചെഴുത ആ അഭിഷേകത്തിൻ്റെ ശക്തി ഈ പയ്യനിൽ വ്യാപരിക്കുന്നുണ്ട്. ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരുടെയും വില കുറച്ച് കാണിക്കരുത്. ചെറിയവനെങ്കിലും ബലഹീനനെങ്കിലും നിസ്സാരനെങ്കിലും, അപ്പന് വേണ്ടാത്തവൻ, അമ്മയ്ക്ക് വേണ്ടാത്തവൻ, സഹോദരന്മാർ ഓടിച്ചവൻ, ശൗലിനെ നോക്കിയപ്പോൾ കൊള്ളാത്തവൻ, ഗോലിയാത്ത് നോക്കിയപ്പോൾ ഒരു കൊച്ചു പയ്യൻ, പക്ഷെ അവൻ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി. ഈ പകൽ ഓർക്കുക, ശത്രു വലുതാകട്ടെ, നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവൻ, ശത്രുവിനേക്കാൾ വലിയവൻ. എത്ര പേർക്ക് ഈ രാവിലെ വിശ്വാസമുണ്ട്? എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും 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 മതിയായിരിക്കുന്നു. ഇന്ന് രാവിലെ ശത്രുവിനെ വീഴ്ത്തുവാൻ നമുക്കാവശ്യം കൈയുടെ പവറല്ല, മസിൽ പവറല്ല, മണി പവറല്ല, പിന്നെയോ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, ഈ പകൽ ഓർക്കുക, ശത്രുവിനെ വീഴ്ത്തുവാൻ നമ്മുടെ കയ്യിൽ പകർന്ന ശക്തിയുണ്ട്. പെന്തക്കോസിന്റെ അർത്ഥം എന്തുവാ? പെന്തക്കോസ് എന്ന് പറയുന്നത് എന്തുവാ? 50 ദിവസം എന്നാ. പക്ഷെ എൻ്റെ പ്രത്യേകത എന്താ? അന്നാണ് മർക്കോസിൻ്റെ മാളിക മുറിയിൽ സഭ ഉദ്ഘാടനം ചെയ്ത ആരാ? പരിശുദ്ധാത്മാ. പത്രോസല്ല, പരിശുദ്ധാത്മാ. സഭ ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധാത്മാ. അന്ന് 120 വ്യാപരിച്ച ശക്തി, ആ ശക്തി ഇന്നും പത്തനാപുരം IPC സെൻട്രൽ കൺവെൻഷൻ വ്യാപരിക്കുന്നുണ്ട്. ശത്രുവിൻ്റെ ബലത്തെ കെടുത്തുവാൻ കഴിയുന്ന, ശത്രുവിൻ്റെ കോട്ടയെ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന, കവചങ്ങളെയും ചട്ടകളെയും താമ്രയായുധങ്ങളെയും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ആ ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി. ദാവീദ് നോക്കിയപ്പോൾ ഇവൻ്റെ ദേഹത്ത് മൊത്തം ഈസ് വെൽ പ്രൊട്ടക്റ്റഡ്, വെൽ കവേഡ്, എല്ലാ ആയുധങ്ങളുമായി ദേഹം മുഴുവനും കവേഡാണ്. പക്ഷേ ദാവീദേ, നിന്റെ കമണിയുടെ കഴിവല്ല, നിന്റെ കല്ലിൻ്റെ ബലമല്ല, പിന്നെ നിന്റെ കയ്യിൽ വ്യാപരിച്ച ആ ദൈവശക്തി, ഊറബലബ ശന്തര, ആ കയ്യിൽ വ്യാപരിച്ച ദൈവശക്തി ശത്രുവിൻ്റെ നെറ്റിയിൽ ചെല്ലുവാൻ ഇടയായെങ്കിൽ
ആ ഒരൊറ്റ ഏറുകൊണ്ട് രണ്ടാമതെറിഞ്ഞില്ല. ആ ടാർഗറ്റിൽ, ഗോളിൽ, സ്പോട്ടിലെത്തി ഗോലിയാത്തിനെ താഴിടുവാൻ കഴിഞ്ഞ ആസയുടെ പ്രാർത്ഥന, ദൈവമേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായ, യുദ്ധമുണ്ടായ, അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. There is nobody like you, God. അങ്ങേപ്പോലെ ആരുമില്ല. പാട്ടുമ്പോൾ നമ്മൾ പാടും, അങ്ങേപ്പോലെ ആരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ ആരുമില്ല. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പത്തനാപുരം സെൻട്രൽ കൺവെൻഷൻ കൂടിയെന്ന ദൈവ മക്കളെ, നമുക്കെതിരെയുള്ള ശത്രുവിൻ്റെ ആയുധം ശക്തമാക്കിക്കൊള്ളട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവവൈതനെ അതിജീവിക്കുവാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയില്ല. അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലിനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല, ഒരു സാഹചര്യത്തിനും കഴിയുകയില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് തൊടുവാൻ ഒരുവനും കഴിയുകയില്ല. ഒത്തിരി 5-6 പോയിൻ്റോടെ ഞാൻ പറയുന്നത് നിർത്താം, സമയമായി. പുതിയ നിയമത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. പൗലോസും ശീലാസും ആടിയൊക്കെ ശരിക്കും ആടിയോ, എന്തോത്തിനാ? യജമാന്മാരുടെ ആദായം പോയെന്നറിഞ്ഞുകൊണ്ട് അവരെ പട്ടണത്തിൽ വലിച്ചോണ്ടാ പോയി. വായിച്ചങ്ങ് വിടരുത്. എന്നെ ഇതിനെ വലിച്ചുകൊണ്ട് പോയി നിങ്ങൾ നാളെ എൻ്റെ തൊലി പോകും, മാംസം പോകും, ബ്ലീഡ് ചെയ്യും, കല്ലരടിക്കും, തലയിടിക്കും. വലിച്ച ദയയില്ലാതെ പാവങ്ങളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. തെരുവിൽ കൂടെ വലിച്ചുകൊണ്ട് പോവുക, ചാട്ടവാറ് വെച്ച് അടിക്കുകയാണ്. എന്തുവാ? അപ്പൻ പിള്ള മക്കളെ അടിക്കുന്ന അടിയല്ല, വേദനിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, കൊല്ലുവാൻ ഇനി ഈ നാമോട് ഉച്ചരിക്കരുത്. ഈ ടൗണിൽ, ഈ പട്ടണത്തിൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ വലിച്ചുകൊണ്ടുപോയി, അടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിലാക്കി, തടവിലാക്കി. പാവപ്പെട്ട പൗലോസേ, ശീലാസേ, നിങ്ങൾക്ക് ശക്തിയില്ല, എതിർക്കുവാൻ നിങ്ങൾക്ക് പവറില്ല. ഗവൺമെൻറ് അധികാരികൾ നിങ്ങൾക്കെതിരാണ്, നാട്ടുകാർ നിങ്ങൾക്കെതിരാണ്, നിങ്ങൾക്ക് ശക്തിയില്ല. ഒരുപക്ഷേ കർത്താവിൻ്റെ വേലക്കാർ ആഹാരം കഴിച്ച് കാണത്തില്ല, ദിവസം വെള്ളം കിട്ടി കാണത്തില്ല. ഈ തെരുവിലൂടെ വലിച്ചുകൊണ്ട് പോകുമ്പോഴും ബലഹീനരായ, വീക്കായ അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങളിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്, ഞങ്ങൾ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. കാരാഗ്രഹത്തിൽ കൊണ്ടവരെ അടച്ചു. അർദ്ധരാത്രിയിൽ കഴിവില്ലയോ ആരാധന വിടുതൽ തരും. ആരാധന വിടുതൽ. ഒന്ന് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവനെ എത്ര ശക്തനായ ശത്രുവിനും പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. യേശുവിൻ്റെ നാമം ബലമുള്ള ഗോപുരമായ ആ നാമത്തിൽ വരുന്നവനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. മുറിവുണ്ടെങ്കിലും, വേദനയുണ്ടെങ്കിലും, ചതവുണ്ടെങ്കിലും ഉള്ളിൽ ആത്മശക്തി പ്രാപിച്ചവൻ്റെ ആരാധനയെ തടുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ സമയം പോയതുകൊണ്ട്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച പ്രിയ ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഓർക്കുക, നമ്മൾ ആരാ ജീവിക്കുന്ന അറിയാമോ? എന്ത് പവറാ ഉള്ളതെന്നറിയാമോ? എന്ത് പവറാണ് നമ്മൾ എന്നുള്ളത് അറിയാമോ? റോമാലേഖനം 8-ാം അധ്യായം എന്ന വാക്ക് പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ദ സെയിം സ്പിരിറ്റ് that raised Jesus from the dead is dwelling in you, and the same spirit will make you rise up. നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവായ ഏതാ ശക്തി? എന്താ?
മരിച്ചടക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട അടക്കപ്പെട്ട യേശുവിൻ്റെ കല്ലറയെ കീറി മുറിച്ചുകൊണ്ട് മൂന്നാം നാളിൽ ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തേജസ്സിൻ്റെ ശക്തി, ആ തേജസ്സിൻ്റെ ശക്തി പുറത്തു കൊണ്ടുവന്ന ആ ശക്തി എന്നിൽ നിങ്ങൾ വ്യാപരിക്കുന്ന ആ ശക്തിയാണ്. ഈ പകൽ 5 മിനിറ്റ് നേരം നമ്മൾ ആരാധിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച, ഞാൻ പറഞ്ഞല്ലോ പ്രസംഗം തീർന്നില്ലെങ്കിലും അതല്ല വിഷയം. 12:30 ആശീർവാദം പറയും. നമ്മളിപ്പോൾ സമയം ആരാധിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ ശത്രുവിനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ആരാധിക്കുന്നതിനെ ശത്രു തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, പ്രശ്നമുണ്ടായാൽ, ദൈവമേ നീ അല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. 2024 ദൈവം നമുക്ക് ആയുസ്സോടും ആരോഗ്യത്തോടും തരുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ആസ പറയുന്നു, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കും. ദൈവം നമ്മളെ സഹായിക്കണമെങ്കിൽ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഈ തീരുമാനം ഇന്ന് പകൽ ആരെടുക്കും? കർത്താവേ, എൻ്റെ ശത്രുവിൻ്റെ വലിപ്പമല്ല ഞാൻ കാണുവാൻ പോകുന്നത്, ഞാൻ അങ്ങേ കാണട്ടെ, ബലമുള്ള അങ്ങേ കാണട്ടെ, എൻ്റെ സാഹചര്യങ്ങൾക്കപ്പുറമായി അങ്ങേ ഞാൻ കാണട്ടെ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ നാളെ എന്ത് സംഭവിക്കും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഉള്ളപ്പോഴും പലതും അറിയാതിരിക്കുമ്പോൾ നമ്മളൊന്നറിയുന്നു, അവൻ നമ്മുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ ശക്തനാവെങ്കിൽ നമ്മെ പിടിച്ചുകൊണ്ട് പോകാൻ ആർക്കും കഴിയില്ല. No one can snatch us from the mighty hand of the Almighty God. ആ ശക്തൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നമ്മെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥന അതാകട്ടെ, യഹോവേ ഞങ്ങളെ സഹായിക്കണം. യഹോവേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. യഹോവേ അങ്ങ് തന്നെ ഞങ്ങളുടെ ദൈവം. യഹോവേ മർത്യൻ പ്രബലനാകരുതേ, ഒരു ജനം ഉയരരുതേ, അങ്ങ് ഉയർത്തപ്പെടട്ടെ. 2024 ദൈവം നമുക്ക് തരുന്നെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രം നമ്മൾ ഉയർത്തപ്പെടട്ടെ. ക്രിസ്തു മാത്രം ഉയർത്തപ്പെടട്ടെ. ഒരു ജനം ഉയരാതെ വണ്ണം ക്രിസ്തു നമ്മൾ ഉയരട്ടെ, ക്രിസ്തു നമ്മൾ വാഴട്ടെ. എൻ്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുക. അടുത്ത വാക്യം പിന്നെ നമുക്ക് ചിന്തിക്കാം. ആസായോട് ആസ ദൈവത്തിൻ്റെ വഴിയൊക്കെ വെടിച്ചിരുന്ന് മാറിപ്പോയി. ആസ ആരാൻ രാജാവിൻ്റെ ഹെൽപ്പിന് പോയി, ദൈവത്തെ അല്ല. മിടുക്കരായി കഴിഞ്ഞപ്പം ആസയ്ക്ക് ഇച്ചിരി കാശും പുത്തനും വിജയവും കോട്ടകളൊക്കെ കണ്ടപ്പം ഭണ്ഡാരത്തിൽ നിന്ന് യഹോവയുടെ ആലയത്തിൽ നിന്നൊക്കെയുള്ള സാധനം വെള്ളിയും പൊന്നൊക്കെ എടുത്ത് അരാൻ രാജാവിന് കൊടുത്ത് കൂട്ടുപിടിക്കാൻ, ഇസ്രായേലിനെ തോപ്പിക്കാൻ വേണ്ടി. ദൈവം പറഞ്ഞു, നീ കാലിയ ഭോഷത്വമാണ്, യു ഹാവ് ഡിഡ് വിക്കറ്റ് തിങ്. എന്നാലും എൻ്റെ അടുത്ത വാക്യമാണ്, യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത്, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. 2024 ദൈവം നിങ്ങൾ തന്നാൽ ആ കണ്ണ് നമ്മെ കാണട്ടെ. ഭൂമിയിൽ ഊടാടുന്ന ബലവാനെന്ന് വെളിപ്പെടുത്തുന്ന, ബലഹീനായ നമ്മുടെ ജീവിതത്തിൽ ബലവാനെന്ന് വെളിപ്പെടുത്തുന്ന ആ കണ്ണുകൾ നമ്മെ കാണട്ടെ. ആ കണ്ണിന് മറിഞ്ഞിരിക്കുന്നൊന്നുമില്ല. ആ കണ്ണ് നമ്മെ കാണട്ടെ. പത്രോസിനെ യേശു ഒരിക്കൽ നോക്കി, പത്രോസ് പൊട്ടിക്കരഞ്ഞു. പത്രോസ് പൊട്ടിക്കരഞ്ഞു. അരുമനാഥനെ ഒറ്റിക്കൊടുത്ത പത്രോസിന് ഒറ്റ നോട്ടം. ആ കണ്ണീ പകലിൽ എന്നെയും നിങ്ങളെയും കാണട്ടെ. ഒന്ന് മടങ്ങി വരാം. പുതിയ വർഷത്തിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവേ, ഞാനിതാ വരുന്നത്. കർത്താവേ, അങ്ങനെ ഉപയോഗിക്കണമേ. ആ കണ്ണ് എൻ്റെ മേലാകട്ടെ.